ഹലോ എവരിവൺ. സോ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്ന് 2025 നീറ്റ് എക്സാമിന് വന്ന ഒരു കിടിലൻ ചോദ്യം നമുക്ക് നോക്കിയാലോ. സോ ആ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയ രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. അതായത് 2 പോയിന്റ് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചാർജുകൾ ഒന്ന് Q1, അതേപോലെ തന്നെ അടുത്ത ചാർജ് Q2 ആണെന്ന് വിചാരിക്കും. ഈ 2 ചാർജുകളും സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആവാം. അത് ചാർജിനനുസരിച്ചല്ലേ. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. സോ ആ വിത്ത് എ ഫോഴ്സ് F ഈക്വൽ എന്താണ്? K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R² ആണ്. വേർ K എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. 1/4πε0 വാല്യൂ നിങ്ങൾക്കറിയാം, 9 × 10⁻⁹ എന്നൊക്കെ അറിയാം. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് കണ്ടക്ഷൻ്റെ കേസിൽ ഈ 2 ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണെങ്കിൽ, ഐഡന്റിക്കൽ സ്പിയർ എന്ന് പറയുന്ന സമയം നിങ്ങൾക്കറിയാം ഒരേ സൈസിൽ 2 ആളുകളാണെന്ന് വിചാരിക്കും. സോ ഇവർ തമ്മിൽ രണ്ടാളും ഒരേ സൈസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇവർ രണ്ടാളും ഒരേ സൈസ് ആണ്. ഇതിൽ ഞാൻ പറയുന്നു, ഇതിലെ ചാർജ് 10 കൂളോം ആണ്, ഇതിലെ ചാർജ് 4 കൂളോം ആണെങ്കിൽ ഇവർ തമ്മിൽ ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ പഠിപ്പിച്ച തിയറി, ആ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നു? ഓടി വരുന്നുണ്ടല്ലേ. സോ ഈ 10 കൂളോം ഞാൻ ഇതുമായി ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ രണ്ടിലെയും ചാർജ് എങ്ങനെ മാറൂടാ? ഈ രണ്ടിലെയും ചാർജ് എങ്ങനെ മാറും? ഈ രണ്ടിലെയും ചാർജ് എങ്ങനെയായിട്ട് മാറും നോക്കിക്കോളുക. ഈ 10 കൂളോം ഉള്ളത് എന്തായിട്ട് മാറും? ഈ രണ്ടിലെയും ചാർജ്, 2 സ്പിയേഴ്സിലെയും ചാർജ് എങ്ങനെ മാറും? യെസ്, 2 സ്പിയേഴ്സിലെയും ചാർജ് 10 കൂളോം ഉള്ളത് എത്രയായിട്ട് മാറും? 7 കൂളോം ആയിട്ട് മാറും. അതേപോലെ 4 കൂളോം ഉള്ളത് എത്രയായിട്ട് മാറും? 7 കൂളോം ആയിട്ട് മാറും. എന്ത് സംഭവിച്ചു? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചു അല്ലേ. അതായത് ഇതിൽ 10 കൂളോം ആയിരുന്നു, ഇത് ടച്ച് ചെയ്യുന്നതിന് മുന്നേ 10 കൂളോം ആയിരുന്നു. ടച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടിലും കൂടി ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 14 കൂളോം ആണ്. ദെൻ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും. സോ 14 കൂളോമിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ആണ്, ഇതിലും 7 ആണ്. സോ ഇതിലെ ചാർജ് Q1 ആണ്, ഇതിലെയും ചാർജ് Q2 ആണെങ്കിൽ ഇത് ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചാർജ് ഈക്വലി ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ പകുതി ആയിരിക്കും ഒരു സ്ഫിയറിൽ ഉണ്ടാവുക, അതേപോലെ അതിൻ്റെ പകുതി ആയിരിക്കും മറ്റേ സ്ഫിയറിൽ ഉണ്ടാവുക. എന്നാൽ ഇവിടെ നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ച് നോക്കണേ. എവരിവൺ റീഡ് ദിസ് ക്വസ്റ്റ്യൻ. അടിപൊളി ചോദ്യമാണ്. 2 identical charged conducting spheres A and B have their centers separated by a certain distance. ആയിക്കോട്ടെ. Charge on each sphere is Q and the force of repulsion between them is F. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 ഐഡന്റിക്കൽ സ്പിയേഴ്സ് ഉണ്ട്. ഈ 2 ഐഡന്റിക്കൽ സ്പിയേഴ്സിലുമുള്ള ചാർജ് Q ആണ്. ഇവ തമ്മിലുണ്ടാകുന്ന സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് R ആണെന്ന് എടുക്കാം. അപ്പോൾ ഇവ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to K into Q divided by R². There is no doubt in that. എന്നാൽ അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. എ തേർഡ് ഐഡന്റിക്കൽ അൺചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ, ചാർജ് ഇല്ലാത്ത ഒരുത്തനെ നമ്മൾ കൊണ്ടുവരുന്നു. അതായത് ഐഡന്റിക്കൽ സൈസ് ആണ്, എന്നാൽ ഇവന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത ഇവനെ ഞാൻ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈസ് ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് എ സ്പിയർ എ ആൻഡ് ദെൻ ബി ഫൈനലി റിമൂവ്ഡ് ഫ്രം ബോത്ത് എ. സോ ഇത് എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിക്കൂ. ആദ്യം ഇവൻ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? എയുമായിട്ട് ടച്ച് ചെയ്യുന്നു. മക്കളെ നിങ്ങൾ പറ, ഇവൻ ചാർജ് ഇല്ലാത്ത ഇവൻ എയുമായി ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും ചാർജ് എത്രയാണ് വരിക? Q അല്ലേ വരിക. ഇതിന് ചാർജ് ഇല്ല, ഒരാൾക്ക് ചാർജ് ഇല്ല, ടോട്ടൽ ചാർജ് Q വരും. ദെൻ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന ചാർജ് Q/2 ആയിട്ട് മാറും, ഇതിലെ ചാർജും Q/2 ആയിട്ട് മാറും. സംശയമുണ്ടോ അതിൽ? ചാർജ് ഈക്വലി ഡിവൈഡ് ചെയ്യും, ടോട്ടൽ ചാർജ് Q ആയിട്ട് മാറും, അതിൻ്റെ പകുതിയായിട്ട് രണ്ടിലും മാറും. അതിനുശേഷം ഈ മൂന്നാമത്തെ ഈ ഒരു സ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? ബിയുമായിട്ട് പോയി ടച്ച് ചെയ്യുന്നുണ്ട്. ഒന്നിലുള്ള ചാർജ് Q ആണ്, മറ്റവൻ്റെ ചാർജ് Q/2 ആണ്. ടോട്ടൽ ചാർജ് എത്ര വരും? രണ്ടുപേരുടെയും ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q + Q/2 വരും. Q + Q/2 എന്ന് പറയുമ്പോൾ 3Q/2 വരും. ഇതാണ് ടോട്ടൽ ചാർജ്. എന്നിട്ട് ഞാൻ ഇവനെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഇതിൻ്റെ പകുതിയല്ലേ രണ്ടിലും ഉണ്ടാവുക. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3Q/4 വരും. 3Q/4. അപ്പോൾ ഞാൻ പറയുന്നു ഈ പുതിയ സ്ഫിയറിലെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3Q/4 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലെ ചാർജും എന്തായിരിക്കൂടാ? ഈ സ്ഫിയറിലെ ചാർജും 3Q/4 ആയിട്ട് മാറും. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അതായത് ചാർജ് ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് എനെയും അതിനുശേഷം ബിയെയും ടച്ച് ചെയ്യിക്കുമ്പോൾ എൻ്റെ ചാർജ് Q/2 ആയിട്ട് മാറും, അതേപോലെ ബിൻ്റെ ചാർജ് 3Q/4 ആയിട്ട് മാറും. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ന്യൂ ഫോഴ്സ് എത്രയാണല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ഫോഴ്സ് F is equal to K into Q/2 ഉണ്ട് എയിലുള്ള പത്ത് ചാർജ്. അതുപോലെ ബിയിലെ ചാർജ് 3Q/4 ആണ്. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൽ ഒരു മാറ്റവും ഇല്ല അല്ലേ, R² എന്ന് വരും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ആ 3യും അതേപോലെ 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3/8 എന്ന് കിട്ടുന്നു.
3/8 ഇൻറ്റു കെ ഇൻറ്റു ക്യൂ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നു. കെ ഇൻറ്റു ക്യൂ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ ആദ്യമുള്ള ഫോഴ്സ് അല്ലടാ, അതിനെ നമ്മൾ എഫ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ഈ കെ ക്യൂ ക്യൂ ബൈ ആർ സ്ക്വയർ ഞാൻ എന്ത് കൊടുക്കുന്നു, എഫ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3/8 എഫ് എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ 2025 വന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചെയ്ത് പഠിക്കുന്ന മോഡൽ ചോദ്യമാണ്. സോ ഇതേ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വന്നാൽ ചെയ്യാൻ വേണ്ടി പഠനം. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ.